കാത്തിരുന്ന. അപ്പം ഇന്നലെ വരെ രാത്രി വരെ നമ്മൾ ന്യൂസൊക്കെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും ലോക്ക്ഡൗൺ ഇല്ലാന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലോക്ക്ഡൗൺ ആണ്, സീനാണ്. രാവിലെ ഇറങ്ങിയപ്പോഴാണ് കണ്ടത് ഭയങ്കര സീനാണ്. എന്നാ ചെയ്യാനാ, നമുക്ക് വണ്ടി കഴുകി സെറ്റാക്കണം. അതാണ്. 2 വണ്ടിയുണ്ട്, നമ്മുടെ ഓൾട്ടോ ഉണ്ട്, മച്ചാൻ്റെ, നമ്മുടെ വണ്ടിയുണ്ട്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ V3 മാറ്റി വെക്കാം. നമുക്ക് ഓൾട്ടോ കഴുകാം. നമ്മുടെ മച്ചാൻ്റെ ഓൾട്ടോ കയറ്റിയിടാൻ പോവാം. മച്ചാൻ ഓൾട്ടോ കഴുകാമെന്ന് പറഞ്ഞാൽ ആദ്യം അത് കഴുകിയിട്ട് നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കഴുകാമെന്നാണ് മച്ചാൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഭയങ്കര വെയിലാണ്. അപ്പോൾ വണ്ടി ഇങ്ങോട്ട് കയറ്റിയിടാ, തണലത്തേക്ക് കിട്ടോ, അല്ല നമ്മൾ വെയിൽ കൊണ്ട് സീനാവും. അവിടെ കിടക്കട്ടെ. നല്ല തണലുണ്ട് നൈസായിട്ട്. എന്നാലും ഇവിടെ അടിപൊളി തണുപ്പാണ്. ഇവിടെ നല്ല മരങ്ങളാണ് മുഴുവനും, നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ഏറ്റവും പൊളിയാണ്. ഇത് ക്വാർട്ടേഴ്സാണ്, പഴയ പോലീസ് ക്വാർട്ടേഴ്സ്. ഇത് നമ്മുടെ ടൗണിലാണ്. ഇവിടെ പുതിയ സിവിൽ സ്റ്റേഷനാണ്, പഞ്ചായത്തൊക്കെ ഇതിനകത്താണ്. നമ്മൾ ടൗണിൽ തന്നെയുണ്ട്. മച്ചാൻ്റെ വണ്ടി വെള്ളമൊക്കെ ചുവന്നുകൊണ്ട് വന്നിട്ട് പയ്യൻ വെള്ളമൊക്കെ ചുവന്നുകൊണ്ട് വന്നത് ഒഴിക്കാൻ പോവുക. പയ്യൻ പ്രൊഫഷണൽ വാട്ടർ സർവീസിൻ്റെ ആളാണ്. അടി മോനെ സെറ്റ്. അത് ബക്കറ്റ് പൊട്ടിയ ബക്കറ്റാ. കോരിക്കൊണ്ട് വന്നതിൻ്റെ പകുതി വെള്ളം ഇവിടെ ഉള്ളൂ, ബാക്കി റോട്ടിലാ. പൊട്ടിയ ബക്കറ്റുമായിട്ടാ മച്ചാൻ ഇറങ്ങിയേക്കണേ കേട്ടോ. നമ്മുടെ വെള്ളം കിട്ടണ ഇവിടുന്ന അടിപൊളി വെള്ളമാണ്, കുഴപ്പമൊന്നുമില്ല. ഒഴുക്ക് വെള്ളമായതുകൊണ്ട് വലിയ ചെളിയൊന്നുമില്ല, നല്ല തണുത്ത വെള്ളമാണ്. ഇതാണ് കുളിക്കുക വരെ ചെയ്യാം. ഞാൻ കുളിക്കും. നീ കുളിച്ചോ, തലക്കൂടെ ഒഴിച്ചോ മോനെ. മച്ചാൻ എല്ലാ ദിവസവും ഇവിടെ നിന്നാട്ടോ കുളിക്കണേ. മച്ചാൻ ഇവിടെ നാച്ചുറലായിട്ടുള്ള കുളിയുടെയൊക്കെ ആളാണ്. നീ ഇത് കഴിഞ്ഞിട്ട് ഇത്രയും കൂടെ കഴുകാം അല്ലേ. പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കുതിർക്കുവാണെങ്കിൽ പെട്ടെന്ന് കഴുകാം. മച്ചാൻ വെള്ളം ഒഴിച്ച് പോരട്ടോ നിങ്ങൾ. നമ്മുടെ ഓൾട്ടോ നമ്മൾ കഴിഞ്ഞു. കയ്യൊന്ന് ഉണങ്ങാൻ വേണ്ടി ഇട്ടേക്കുക. അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ നമ്മുടെ വാക്കുമില്ല. അപ്പോൾ നമ്മൾ ഇട്ടേക്കുക. ഇവിടെ മുഴുവൻ ചെളി ഇനി തുടങ്ങാതെ കയ്യിൽ അണക്കാൻ പോലും പറ്റും. നമുക്കടുത്ത് നമ്മുടെ വണ്ടി കണ്ടു, നമ്മുടെ V3. നമ്മുടെ പയ്യൻ ചെളിയിൽ കുളിച്ചിരിക്കുക. ടയർ കണ്ടോ, സീനായിട്ടിരിക്കുക. ചെളിയിൽ കുളിച്ച് നശിച്ചിരിക്കുക. പള്ളയൊക്കെ ഇതിനകത്തുനിന്ന് ഇറങ്ങി തന്നെ. ഇപ്പോൾ ഒന്ന് കഴുകി സെറ്റാക്കണം. പിന്നെ നമ്മൾ വണ്ടിയുടെ പിന്നെ നമ്മൾ നമ്പർ പ്ലേറ്റ് നമ്മുടെ സ്റ്റിക്കറായിരുന്നു. നമ്മൾ സ്റ്റിക്കറൊക്കെ മാറ്റി നമ്മൾ സ്റ്റോക്ക് കണ്ടീഷൻ, പിന്നെ മിററും വെച്ചു. നമ്മൾ വിംഗ്ലറ്റ് അത് സീനില്ല, ബാക്കിയൊക്കെ സീനാണ്. ഇപ്പം പിടുത്തല്ലേ ഫുള്ള്. അതുകൊണ്ട് മിററും നമ്പർ പ്ലേറ്റും വെച്ചു. ബാക്ക് നമ്മൾ ടെയിൽ ടൈഡി വെച്ചേക്കും, അത് നമ്മൾ മാറ്റും. ഇന്ന് തന്നെ മാറ്റണം. ഹഗ്ഗർ വെക്കണം. നല്ല സീന, സ്റ്റോക്കാക്കിയില്ല, ഭയങ്കര സീനാണ്. അപ്പോൾ നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെക്കാൻ പോകും. നമ്മളെ ടൂൾസൊക്കെ ഉണ്ട്, നമ്മുടെ കമ്പനിക്കാരൻ വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ പയ്യൻ സെറ്റ് ചെയ്ത് തരുമില്ല. അപ്പം വണ്ടി സ്റ്റോക്കായിട്ട് പിന്നെ കാണാൻ കൈയൊക്കെ ചെളിയായി, കാലും ഫുള്ളി ചെളിയായി. പയ്യൻ്റെ വെള്ളമൊക്കെ കോരിക്കൊണ്ടൊന്ന് ഒഴിക്കുന്നുണ്ട്. പയ്യൻ ഭയങ്കര ഡെഡിക്കേഷൻ ലെവലാട്ടോ. അപ്പോൾ നമുക്ക് കഴുകാം.
ഗായ്സ് അപ്പോൾ നമ്മൾ നമ്മുടെ V3 കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. ഞാനും മച്ചാനും കൂടെ സെറ്റായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് ടയറിനി പിന്നെ നമ്മൾ പൈപ്പിലൂടെ വെള്ളം അടിച്ച് കഴുകിയാൽ ഈ ടയറിൽ ഈ ചെളിയൊക്കെ പോകുമെന്ന് തോന്നണം. കുറേ നോക്കി പോണില്ല, കട്ട പിടിച്ചിരിക്കുക. ഓടുമ്പോൾ സെറ്റാവും. എന്നായാലും വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെയും ചെളിയാവും പുറകെ. എന്നാലും വണ്ടി ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട് പയ്യനെ കാണാൻ. കഴുകിയൊക്കെ കഴിഞ്ഞ്, പക്ഷെ പയ്യൻ ഒന്നുകൂടെ ഒരു ഓഫ് റോഡ് എടുത്തിട്ടുണ്ട്. പയ്യനെ ചെളിക്കകത്തിട്ടൊന്ന് വണ്ടി ഒന്ന് കറക്കി, വണ്ടി പിന്നെയും കഴുകേണ്ട അവസ്ഥയായിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഈ ഇരിക്കണം മുഴുവൻ ഇനി ഒന്നുകൂടെ കഴിയും. ടയറൊക്കെ കണ്ടോ സീനാക്കി. മച്ചാൻ ഒന്ന് ഓഫ് റോഡ് പഠിച്ചതാ വണ്ടിയിൽ. ഒഴിക്ക് എടാ, കൈ കൊണ്ട് ഇറക്കില്ലേ, മൊത്തം ചെളിയടാ. ഞാൻ പോരാ. അപ്പോൾ ഗൈസ് നമുക്ക് 8ൻ്റെ പണി കിട്ടിയില്ലേ? അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി ഒന്ന് കഴുകി, പിന്നെയും കഴുകി, കാറൊക്കെ ഒന്ന് കഴുകി, ഒന്നുകൂടെ ചെയ്യണ്ട. ടയറൊക്കെ സെറ്റായി. എന്നിട്ട് പിന്നെയും ഇതൊക്കെ തന്നെയാണ് സീൻ. നമുക്ക് നമ്മുടെ പയ്യനൊരു ഓഫ് റോഡ് അടിച്ച് 8ൻ്റെ പണിയാണ്. നമ്മളൊന്ന് കഷ്ടപ്പെട്ട് വെള്ളം കോരിക്കൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് വണ്ടി അടുത്ത് കൊണ്ടിട്ടതാ. അവൻ അവിടെ ഇട്ട് കറക്കി അടിച്ച് ടയർ മുഴുവൻ സീനാക്കി സെറ്റാക്കി ഉണങ്ങാൻ വേണ്ടി ഇട്ടേക്കുക. നമ്മുടെ V3 ഇവിടെയുണ്ട്. പയ്യന് സെറ്റായി. അതിനൊന്നും വലിയ വിഷയമില്ല. നമ്മൾ തള്ളിയെ കയറ്റി വെച്ചാൽ സ്റ്റാർട്ടാക്കാൻ നോക്കിയില്ല, ചുമ്മാ വീലി അടിക്കും. സീന ഇപ്പം തന്നെ കണ്ടില്ല, വീലി അടിച്ച് ടയർ മുഴുവൻ സീനാക്കി. പയ്യൻ പിന്നെ പാട്ടിൻ്റെ കാളാട്ടോ, പാട്ടൊക്കെ ഇട്ടേ പോകുള്ളൂ. അവിടെ പുള്ളി പുതിയ സൗണ്ട് സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര വൃത്തിയുടെ ആളാട്ടോ, തുടയൊക്കെയാ. എന്നെ പറ്റിയെന്ന് അറിയത്തില്ല. എന്നാ പേസ്റ്റ് ഉണ്ടോ? പേസ്റ്റ് ഇട്ടാണോ നടക്കണേ? ജനസന സ്ക്രാച്ച് വേണോ? മറ്റേ ഗ്ലോസി ആവുന്നതാണോ? ആഹാ. അപ്പൊ അതിനോട് ചോദിച്ചാൽ വണ്ടിയുടെ മൈലേജ് എത്ര ഉണ്ട്? നീ ഓടിക്കണ വണ്ടിയല്ലേ, എന്നാലും പറ. 18. എത്ര വർഷമായി വണ്ടി ഇപ്പം? 10? എറണാകുളം വണ്ടി. KL7 വണ്ടിയല്ലേ? അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളിന്നൊരു ട്രിപ്പൊക്കെ പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ ലോക്ക്ഡൗൺ കാരണം നമുക്ക് സീനായി. നമ്മൾ രാവിലെ എണീറ്റപ്പോഴാണ് അറിയണത് ലോക്ക്ഡൗൺ ആണ്. അതിൽ ലോക്ക്ഡൗൺ ഇല്ലെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് കഴുകി, എല്ലാവരും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വണ്ടി ഇതുപോലെ, നമ്മുടെ സ്വന്തം വണ്ടി നമ്മൾ കൊണ്ടു നടക്കുന്ന വണ്ടിയല്ലേ, ഇടയ്ക്കൊക്കെ കഴുകി ഇതുപോലെ വൃത്തിയാക്കി ഇടുക. അത് എനിക്കൊരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾക്കും അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെയാണെങ്കിലും നമ്മൾ കൊണ്ടു നടക്കണം, നമ്മൾ വൃത്തിയായിട്ട് കൊണ്ടു നടക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.